ഡൊണാൾഡ് ട്രംപ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ നികുതി പരിഷ്കരണങ്ങളെ രൂക്ഷമായി വിമർശിച്ച് ഇലോൺ മസ്ക്. യുഎസ് ജനപ്രതിനിധി സഭ പാസാക്കിയ ബില്ലിനെതിരെയാണ് രൂക്ഷ വിമർശനം. വൻതോതിൽ നികുതി ഇളവുകളും പ്രതിരോധ ചെലവുകളും ഉൾപ്പെടുന്നതാണ് പുതിയ നികുതി നിയമം. കൂടുതൽ കടമെടുക്കാനും പ്രതിരോധ ചെലവുകൾ വർദ്ധിപ്പിക്കാനും നിർദ്ദിഷ്ട നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. കടമെടുപ്പ് പരിധി $4 ട്രില്യൺ ഉയർത്താനും ബില്ലിൽ നിർദ്ദേശമുണ്ട്. ഐസൺ ജോസ് ചേരുന്നു വിവരങ്ങളുമായി. ഐസൺ, ട്രംപിന്റെ നയങ്ങളോട് ഇലോൺ മസ്ക് നേരത്തെ തന്നെ ഒരു വിമുഖത അല്ലെങ്കിൽ വിമർശന സ്വരം ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നികുതി ബില്ലിനെ ഇലോൺ മസ്ക് വിമർശിച്ചിരിക്കുകയാണ്. എങ്ങനെ കാണാം? തീർച്ചയായും രോഹിണി, ഇലോൺ മസ്കുമായി കൃത്യമായ ഒരു അഭിപ്രായ വ്യത്യാസം ട്രംപിനുണ്ടായിരുന്നു എന്നത് അദ്ദേഹത്തിന്റെ രാജിയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. ഇക്കഴിഞ്ഞ ദിവസം, അതായത് മെയ് 31 അദ്ദേഹം ഇലോൺ മസ്ക് ഡോജ് എന്ന് പറയുന്ന, അതായത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി എന്ന പുതിയ വകുപ്പിന്റെ മേധാവി സ്ഥാനത്ത് നിന്ന് രാജിവെക്കുകയും ചെയ്തത്. ഈ രാജിവെച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഇത്രയും ശക്തമായ രീതിയിൽ ഒരു രൂക്ഷമായ പ്രതികരണം തന്നെ ട്രംപിനെതിരെ അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അതായത് പുതിയ ഒരു ബജറ്റ് അല്ലെങ്കിൽ പുതിയൊരു ടാക്സ് ബില്ല് കൊണ്ടുവരാനിരിക്കുന്നു. അത് കോൺഗ്രസിന്റെ അധോസഭയായ ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിൽ അത് പാസ്സാവുകയും ചെയ്തു. ഇനി അത് സെനറ്റ് പരിഗണിക്കാനിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഈ ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്ന സംവിധാനങ്ങൾ, അതായത് വൻതോതിൽ നികുതി ഇടപാട് നടത്തുകയും നികുതിയിൽ പല ഇളവുകൾ നടത്തുകയും നികുതി ഇളവുകളും വൻതോതിൽ ഡിഫൻസ് സ്പെൻഡിംഗ് നടത്തുന്നതിനുള്ള ഒരു നീക്കമാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. മാത്രമല്ല, $4 ട്രില്യണിലേറെ കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കുന്നതിനുള്ള സംവിധാനം, $4 ട്രില്യൺ കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു തീരുമാനം കൂടി, അല്ലെങ്കിൽ ഒരു പദ്ധതി കൂടി ആ ബില്ലുണ്ട്. പക്ഷേ ഈ ബില്ല് അധികകാലം നിലനിൽക്കില്ല എന്ന വിശദീകരണമെല്ലാം തന്നെ ട്രംപിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ട്രംപിനെ അനുകൂലിക്കുന്നവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. എങ്കിൽ കൂടി ഇത് ഒരു തെറ്റായ രീതിയാണ് എന്ന രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഇന്നലെയും ഇന്നുമായി അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമ പോസ്റ്റുകളിലെല്ലാം തന്നെ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിലൊരു മണ്ടൻ തീരുമാനമാണ് ഉണ്ടാകുന്നത്. ഏറ്റവും രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് അതിനെ വിമർശിക്കുകയും ചെയ്തിരിക്കുന്നത് ഇലോൺ മസ്ക് എന്നതാണ് ഏറെ ഗൗരവമേറുന്നൊരു വിഷയം. നമുക്കറിയാവുന്നതാണ്, ഈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി എന്ന സംവിധാനം തന്നെ ആരംഭിക്കുന്നത് ചെലവ് ചുരുക്കുന്നതിനും സർക്കാരിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ അനാവശ്യമായ പദവികൾ വെട്ടിക്കുറയ്ക്കുന്നതിനുൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നതിനായിരുന്നു ഇലോൺ മസ്കിന്റെ നേതൃത്വത്തിൽ ഈ പരിപാടി ആരംഭിച്ചത്. എന്നാൽ ആ ആശയത്തോട് പൂർണ്ണമായും യോജിക്കുന്നില്ല ട്രംപ് എന്നൊരു നിലപാടും ഉയർത്തിയാണ് രാജിയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുകയും ചെയ്തത്. നിലവിലെ സാഹചര്യത്തിൽ രാജിവെച്ചതിന് ശേഷം രൂക്ഷമായ ഒരു വിമർശനം ട്രംപിനെതിരെ ഇലോൺ മസ്ക് ഉന്നയിക്കുന്നത് തീർച്ചയായും ഈ വിഷയങ്ങളൊക്കെ തന്നെയാണ് തന്റെ രാജിയിൽ കലാശിച്ചത് എന്ന സൂചന കൂടി കൃത്യമായി നൽകുന്നതിന്റെ ലക്ഷ്യം കൂടിയാണ് എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ട്രംപിന്റെ ആദ്യകാലത്ത്, അതായത് ജയിച്ചു വന്ന ഉടൻ തന്നെ നിയോഗിക്കപ്പെട്ട വ്യക്തികളിൽ ഒരാളായ ഇലോൺ മസ്കിന്റെ ഭാഗത്തു നിന്നും ട്രംപിനെതിരെ വിമർശനം ഉയരുന്നു എന്നതാണ് ഏറെ വാർത്താ പ്രാധാന്യം നൽകുന്ന ഒരു കാര്യം.